ഹലോ ഗൈസ്, ഞാനിത് ചുമ്മാ സ്വിമ്മിങ്ങിലൊക്കെ കുളിച്ചിറങ്ങുമായിരുന്നു ഗൈസ്. ആരാണ് വിളിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരൻ്റെ നമ്പർ പോലെ. എന്താടാ നീ വിളിച്ചത്? വല്ല ആവശ്യമുണ്ടോ? എടാ, നിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വേഗം വാടാ പെട്രോൾ പമ്പിലോട്ട്. ഇത് ഒടുക്കത്തെ സീനാണ്. എന്ത് സീനാടാ? ഭയങ്കര സീനാ. നീ ഇങ്ങോട്ട് വന്നു. ഓക്കെ ഗൈസ്, ഞാൻ ആ കോൾ കട്ട് ചെയ്തു. നമുക്ക് എന്തായാലും പെട്രോൾ പമ്പ് വരെ പോവാം ഗൈസ്. എന്തായാലും പെട്രോൾ പമ്പ് വരെ പോവാം. നമ്മുടെ വണ്ടി എടുക്കാം ഗൈസ്. എന്താണോ അവന് പറ്റിയേ? ഭയങ്കര സീനാണ്. അങ്ങനെ എന്തോ സൗണ്ടൊക്കെ കേട്ട് ഞാൻ. എന്താ സീനെന്ന് എനിക്കറിയില്ല ഗൈസ്. സീൻ ചിലപ്പോൾ അവനെല്ലാം പറ്റിക്കാണ് ഗൈസ്. പറ്റുമെങ്കിൽ അവനെ ഇത്രക്ക് ഉഷാറായിട്ട് വിളിക്കില്ല. ഞാൻ ഇത്ര മണ്ടതാ. നിങ്ങൾ ഈ കാണുന്ന പച്ച റോഡില്ലേ, അത് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് മാറും, യഥാർത്ഥ റോഡാവും ഗൈസ്. അങ്ങനത്തെ ഒരു റോഡാണ് ഞാനിവിടെ വാങ്ങിച്ചേക്കണത് ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഗൈസ്? അയ്യോ, ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്. ഇവിടെ പെട്രോൾ പമ്പിലോട്ട് പോവാം. ഇതുവഴിയാണ് വരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മുട്ട സീനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ വഴി തന്നെയാണ് പോകണത്. അപ്പുറത്തെ വഴി വരണ്ടെന്ന് പറഞ്ഞത്. എന്തോ സീനുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് വരുന്നത്. പക്ഷേ എനിക്കൊന്നും ചെറിയൊരു കാല് പോലെ കാണാറുണ്ട് ഗൈസ്. എന്താ എനിക്കറിയില്ല. എനിക്കൊന്നും മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, ബാക്കപ്പ് അങ്ങനെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വേറെ ഏതൊരുത്തന്നെ മരത്തിൽ പിടിച്ച് കിടന്നു ഗൈസ്. ഏതോ ഒരുത്തനാണ്, എനിക്കെന്തായാലും അറിയില്ല ഗൈസ്. ഏതൊരുത്തൻ വണ്ടി അടിച്ച് കിടന്നതാണ്. അപ്പോൾ നമുക്ക് പെട്രോൾ പമ്പ് എത്താറായി. ഇനി വല്ല സീനുണ്ടാവും ഗൈസ്. എന്നാ സീനൊന്നും എനിക്കറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ക്യാമറ മാറ്റട്ടെ. എന്താ ഗൈസ്, അവിടെ എന്താ ചത്ത് കിടക്കണ പോലെ എനിക്ക് തോന്നിയല്ലോ. എടാ, നിനക്ക് എന്താ പറ്റിയേ? അവനോട് നിൽപ്പുണ്ടല്ലോ. ഇത് ബാബു അണ്ണനല്ലേ? ബാബു അണ്ണൻ. എടാ, നിനക്ക് എന്താ പറ്റിയേ? ഇവിടെ എന്താ ആൾക്കാരിങ്ങനെ ചത്ത് കിടക്കണത്? എടാ, അതല്ലേ പറഞ്ഞ മുട്ടൻ സീനാണ് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബാക്ക് സ്റ്റോറി പറയണോ? ആ ബാക്ക് സ്റ്റോറി കൂടി നിനക്ക് അറിയാൻ പറ്റുമോ എന്താ കാര്യങ്ങളെന്ന്? എന്താണ് അതിന് കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? എടാ, നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ പൊന്നെ, മിസ്റ്റർ മീറ്റല്ലേ ഇത്? എന്താ പറ്റിയ സീൻ എന്തായിരുന്നു ഒന്നൊരു പറയുവോടാ? സീനൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. സീൻ എന്ന് വെച്ചാലേ, സീനിലോട്ട് പോട്ടെ. ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയെന്ന്. അന്നേരം നമ്മുടെ മിസ്റ്റർ ബീച്ചിൻ്റെ കട കണ്ട്. അയാൾ ചിക്കൻ പീസ്, ഞാൻ ആ ചിക്കൻ പീസ് അപ്പം തന്നെ എടുത്തോണ്ട് മോഷ്ടിച്ചോട്ട് പോയി. അന്നേരം മിസ്റ്റർ ബീച്ച് എന്താ ചെയ്തേന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ നിന്നെ തപ്പി വരുന്നോടാ ഐസിറ്റ് കുട്ടിച്ചോറാക്കാനായിട്ട്. അതാണ് ഏകദേശം സംഭവിച്ചത്. അതിന് പകരമാണ് ഇങ്ങനെ വലുതായിട്ട് വന്നേക്കണത്, നമ്മുടെ സെറ്റ് നശിപ്പിക്കാനായിട്ട്. നീ ഒന്നോടെ അങ്ങോട്ടൊന്ന് നോക്കിക്ക്. മിസ്റ്റർ ബീച്ച് പോയാ? എടാ, അവിടെ മിസ്റ്റർ ബീച്ച് കാണാനില്ലടാ. വേഗം പോയിക്കോ, എനിക്കിവിടെ പേടിയാവുന്നുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് കേട്ടാ ഗൈസ്. അപ്പം നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വണ്ടി എടുത്ത് പോയി നോക്കാം ഗൈസ്. എന്താണ് ഗൈസ് ഞാൻ ഈ കാണുന്നത്? പോലീസ് സ്റ്റേഷനിലോട് എത്തിയപ്പോൾ ഇവിടെ എല്ലാവരും ചത്ത കിടക്കുന്നു ഗൈസ്. മിസ്റ്റർ ബീറ്റേ, ഞാൻ ഫസ്റ്റ് വിചാരിച്ച മിസ്റ്റർ ബീറ്റോടൊന്ന് സംസാരിക്കുന്നതാണ്. ഇനി എന്തായാലും അതുകൊണ്ട് ഗൈസ്, മിസ്റ്റർ ബീറ്റ് ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ബിബിഎസിനെയും കൂടി ഒന്ന് കളഞ്ഞു ഗൈസ്. അവനീ സിറ്റിയിലെ മെയിൻ ആളായിരുന്നു, പക്ഷെ അവനെയും കൂടി മിസ്റ്റർ ബീറ്റ് കൊന്നു കളഞ്ഞു. അപ്പോൾ നമുക്ക് മിസ്റ്റർ ബീറ്റിനെ കൊല്ലണമെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ എന്തെങ്കിലും അടിച്ചു നോക്കാം ഗൈസ്. മിസ്റ്റർ ബീറ്റിനെ എങ്ങനെ കൊല്ലുന്നതെന്ന് അടിച്ചു നോക്കാം ഗൈസ്. മിസ്റ്റർ ബീറ്റിനെ എങ്ങനെയാണ് കൊല്ലുന്നത്? ഈ സാധനം എടുക്കണം ഗൈസ്. ഈ സാധനം എടുത്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കാനായിട്ട് പോകാം. സാധനം ചിലപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിക്കണമില്ലേ, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വീണ്ടും ലെഫ്റ്റ് എടുക്കാനാണ് ഗൈസ്. എന്നിട്ട് ഒരു റാം ചലഞ്ച് ഉണ്ട്, അതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ജമ്പിങ് ഒന്നും ചെയ്യണ്ട, ചുമ്മാ വണ്ടി ഓടിച്ച് പോയാൽ എത്തും എന്നാണ് ഗൈസ് പറഞ്ഞത്. നമുക്ക് എന്തായാലും വണ്ടി ഓടിച്ച് അവിടം വരെ ഒന്ന് പോവാം. കാരണം സാധാരണ നമ്മുടെ സ്ട്രെയിറ്റാണ് സ്റ്റണ്ട് ഏരിയാസ് വരാറ്. ഈ പ്രാവശ്യം ഒന്നും മാറ്റി വെച്ചെന്നറിയില്ല. ഇത് പോകാൻ പോകുന്നു ഗൈസ് റോഡ്. അങ്ങനെ വീണ്ടും പഴയ റോഡാണ് ഗൈസ്. എന്തായാലും നമുക്ക് പോവാം. എൻ്റെ വണ്ടി തെറിച്ചു ഗൈസ്. അതെന്തായാലും നമ്മുടെ ഇത് പക്ഷേ എന്തിനായിരിക്കും ലെഫ്റ്റ് വെച്ചേ?
ഇവിടെ എന്താണ് ഗൈസ് ഇവിടെ റാം ചലഞ്ച്. ഇതാണ് ഗൈസ് ആ റാം ചലഞ്ച്. ഇതാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ കയറാൻ പറ്റും ഗൈസ്. ഒത്തരം ചെയ്യുന്ന മലയും പോരുന്നില്ലേ. അപ്പോൾ നിങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ. നമുക്ക് കുറച്ച് എനിക്ക് ഭയങ്കര അസുഖമൊക്കെ വന്ന് പിന്നെ നമ്മൾ കുറച്ചില്ലേ വീഡിയോ ഇടുന്നൊക്കെ നോക്കി പക്ഷെ പറ്റിയില്ല. നല്ല കഴിച്ചു ഗൈസ്. ഇത്ര ഗൈസ് എനിക്ക് സംഭവിക്കണേ. പിന്നെ വീഡിയോ ഇടാൻ കാരണം ഞാൻ ലാസ്റ്റ് പറയാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ലാസ്റ്റ് ഫോർസ് ആൻഡ് ഫോറസ് ഞാൻ മൊബൈലിൽ കളിക്കുന്നത് വരി കാണിച്ചിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ മിസ്റ്റർ ബീസ്റ്റ് അടിക്കാൻ പോണ്. മിസ്റ്റർ ബീസ്റ്റേ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഫോർസ് ആൻഡ് ഫോറസ് ഞാൻ മൊബൈലിൽ കളിക്കുവാണ് ഗൈസ്. ഞാൻ ചുമ്മാ മൊബൈലിൽ കളിക്കുവാണ്. ഇതെങ്ങനെ കളിക്കണമെന്ന് അറിയില്ലാത്തവർ വേണമെങ്കിൽ ഇവിടേക്ക് ചാനൽ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് വെച്ചിട്ടില്ലേ, ഡിസ്ലൈക്ക് ഒരിക്കലും വിളിക്കരുത്. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് താരം ഇങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഞാൻ ഇതെങ്ങനെ പറഞ്ഞുതരാം ഗൈസ്. ഇതെങ്ങനെ മൊബൈലിൽ കളിക്കണമെന്ന്. മൊബൈലിൽ കളിക്കുമ്പോൾ രസമുണ്ട് ഗൈസ്. മൊബൈലിൽ കളിക്കുമ്പോൾ കണ്ട ചെളിയൊക്കെ ശരിക്കും ഫോർസ് ആൻഡ് ഫോറസ്റ്റിനേക്കാളും ഗ്രാഫിക്സ് ഉണ്ട് കേട്ടോ ഇതിൽ. നിങ്ങൾ നോക്കിയൊക്കെ ഭയങ്കര ഗ്രാഫിക്സ് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ അടിച്ചു ഗൈസ്. അത്രക്ക് ഗ്രാഫിക്സ് ഉണ്ട് ഗൈസ് ഇതിൽ. വീഡിയോ കാരണം പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ബൈ.